കണ്ടപ്പം ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. മറ്റൊന്നുമല്ല, SSLCക്ക് പഠിക്കുന്ന മകൾക്ക് കഴിഞ്ഞ എക്സാമിൽ ഏതൊക്കെയോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാൻ പറ്റാത്തത് കൊണ്ട് അമ്മ മകളെ കൂട്ടിപ്പോയി ആത്മഹത്യ ചെയ്തു. റെയിൽവേ ട്രാക്കിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതും ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരമ്മ. അപ്പം ഞാനിത് പറയാൻ കാരണം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ കാരണം, എനിക്കൊരു മകളുണ്ട്, 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പരീക്ഷ എഴുതുന്നുണ്ട്. മകനും ഉണ്ട് +2-ന്. അപ്പോൾ മകനേക്കാൾ കൂടുതൽ ക്യൂരിയോസിറ്റി മകൾക്കാണ്. ക്യൂരിയോസിറ്റി അല്ല, അവൾക്ക് ടെൻഷനാണ്. പരീക്ഷ എങ്ങനെ ആവും, പഠിച്ചതൊക്കെ ഓർമ്മ വരുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ. ഇപ്പോഴെന്നല്ല, ഈ 10 തുടങ്ങുന്നതിന് മുമ്പ് മുതലേ, ഒരു 8ാം ക്ലാസ് മുതൽ തന്നെ അവൾക്ക് തുടങ്ങിയൊരു പ്രശ്നമാണത്. കാരണം എന്ന് പറഞ്ഞാൽ മോന് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പം അന്ന് മുതലേ ആൾക്കാർ ചോദിക്കാൻ, ചേട്ടന് ഫുൾ A+ ആണല്ലോ, അപ്പം അടുത്ത അനിയത്തിക്ക് ഫുൾ A+ ആയിരിക്കും. അപ്പോൾ അന്ന് മുതലേ ആ ഒരു മൈൻഡ് സെറ്റ് അവളുടെ ബ്രെയിനിൽ ആയിപ്പോയി. അപ്പം അത് അന്ന് തൊട്ടേ അവൾക്ക് ടെൻഷനാണ്. അയ്യോ, എന്നെ കൊണ്ട് പറ്റുമോ. വേറൊരു പ്രശ്നം അവൾക്കില്ല, ഭയങ്കരമായിട്ട് ടെൻഷനാണ്. അപ്പം ആ ടെൻഷൻ കാരണം ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എനിക്കും എൻ്റെ തമ്പുരാനും അറിയാം, പിന്നെ എൻ്റെ മോനും അറിയാം. ഞാൻ അവരുടെ കൂടെ ഇല്ല, ഞാൻ പ്രവാസത്തിലാണുള്ളത്. അപ്പം അവരുടെ ഓരോ ചലനങ്ങളും നോക്കാൻ ഞാൻ എന്നാൽ കഴിയുന്ന ഒരു ദിവസം ഒരു 4-5 വട്ടമെങ്കിലും സംസാരിക്കും. ഒരു അരമണിക്കൂറെങ്കിലും എൻ്റെ മക്കളോട് സംസാരിക്കാത്ത ദിവസമില്ല. ഞാൻ ഒരു അരമണിക്കൂർ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ സംസാരിക്കും. കാരണം അവളുടെ ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ അവളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ എക്സാം തുടങ്ങിയ സമയത്ത് തന്നെ +2-ൽ 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തു, 10ാം ക്ലാസ്സിൽ ഒരു കൊച്ച് ആത്മഹത്യ ചെയ്തു. അങ്ങനെ പലത് കാണുന്നുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് ആസ് എ മദർ ടെൻഷനാണ് എനിക്ക്. കാരണം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുമോ. കാരണം ഇവൾ പ്രത്യേകിച്ച് ഭയങ്കര, ഇത് 10ാം ക്ലാസ് എന്തോ മഹാസംഭവമാണെന്നുള്ളൊരു രീതിയിലാണ് ഇവൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവളുടെ എത്ര ഞാൻ പറഞ്ഞു, മക്കളെ, ഞാൻ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരാളല്ല. മക്കളെ, നിങ്ങൾ പറ്റുന്നത് നിങ്ങളുടെ മാക്സിമം ട്രൈ യുവർ ലെവൽ ഓഫ് ബെസ്റ്റ്, അതിനപ്പുറം വേണ്ട. ഇത് നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്ന പരീക്ഷയൊന്നുമല്ല. ഇത് 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 മുതൽ 10th വരെ പഠിച്ചു വന്നു. അവിടുന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടി മാത്രമായത്. അപ്പം ഇതല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഇതല്ല നിങ്ങളുടെ കഴിവിൻ്റെ അവസാനം. ഇതല്ല. എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാമോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് സത്യം പറഞ്ഞാൽ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടുപോവുക. പഠിച്ചവനെ, ഒന്നും തോന്നരുതേ പിള്ളേരുടെ മാനസികമായിട്ടൊന്നും തോന്നരുതേ. ഒരു മോശം ചിന്താഗതിയും ഒരു സെക്കൻഡ് സമയത്തെ ഇത് മതി, ഇതും വ്യതിചലിച്ചാൽ മതി. ആ സമയം കിട്ടുന്ന ധൈര്യമാണ്. ഒരിക്കലും ഈ ആത്മഹത്യ ചെയ്യുന്നവർ ഭീരുക്കളല്ല. അവർക്ക് അസാമാന്യ ധൈര്യം, അതായത് മരണത്തെ സ്വയം ഭരിക്കാനുള്ളൊരു ധൈര്യം, അത് എല്ലാവർക്കും ഒന്നും ഇല്ല. എനിക്കില്ല, ഉള്ളത് പറയാമല്ലോ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഒരു കളിച്ചു നടന്നൊരു പെൺകൊച്ചിനെ പിടിച്ച് ഈ അമ്മ വിളിച്ചുകൊണ്ട് പോയി ട്രെയിനിന് മുമ്പിൽ ചാടി സ്വയം മരണം വരിക്കുക എന്ന് പറയുമ്പോൾ, ആകെ ഒരു മകളെ ഉള്ളൂ. അവർക്ക് കുടുംബപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ സഹോദരൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചെന്ന് പറയുന്നു. ഒരു ഭർത്താവായിട്ട് പ്രശ്നമാണെന്ന് പറയുന്നു. അതും ഓസ്ട്രേലിയയിൽ സെറ്റിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും വേറൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. അവർക്ക് എന്തോ വിഷാദമായിട്ടുള്ള എന്തോ പ്രശ്നമായിട്ടെന്ന് പറയുന്നു. എനിവേ, എന്ത് പ്രശ്നമായിരുന്നാലും ശരി തന്നെ ഈ കാണിച്ചതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഒരമ്മ എന്നുള്ള നിലയിൽ, ബാക്കി എന്തായിക്കോട്ടെ, ഒരമ്മ എന്നുള്ള നിലയിൽ ഒരിക്കലും അവരോട് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ അവരോട് തോന്നുന്നു. ഈ സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് എങ്ങനെ ഇത് പറ്റും? ഇത്രയും താലോലിച്ച്, ഇത്രയും നമ്മുടെ രക്തം കൊടുത്ത് അവരെ ഇത്രയും മാത്രം കൊണ്ടുവന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആത്മാർത്ഥതയുള്ള ഓരോ അമ്മയച്ഛനും ജീവിക്കുന്നത്. അല്ലാത്തവരുണ്ട്, ഈ കാലഘട്ടത്തിൽ അല്ലാത്ത മക്കളെ ഉപേക്ഷിച്ച് പോകുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ ഇത് കൊന്നുകളയാനുള്ള ആ മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന അവരുടെ ആ മാനസികാവസ്ഥ മനസ്സിലാവുന്നില്ല. ഒരു വല്ലാത്തൊരു തലയ്ക്കൊരു പെരുപ്പ് പോലെ അത് ആലോചിച്ചപ്പോൾ എനിക്ക്. കാര്യം ഈ അമ്മ മകളെ കൊണ്ട് വല്ലാതെ മകൾ ചെയ്യുന്നു ഒക്കെ മൈൻഡിൽ അങ്ങനെ തോന്നി അങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു അമ്മ എങ്ങനെ ഇത് ചെയ്യുന്നു എന്ന് എന്ത് ഇതിൻ്റെ പേരിലായാലും അവരോടൊരു സഹതാപം ഒന്നും തോന്നുന്നില്ല. പക്ഷേ ആ കുട്ടിയോട് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അതിനെന്തെല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ
പക്ഷേ ആ അമ്മ കൗൺസിലിങ്ങിന് പോയെന്ന് പറയുന്നു മകളുടെ പരീക്ഷയെ ഓർത്ത് അമ്മയ്ക്ക് ടെൻഷനായിരുന്നു. അപ്പം ശരിക്കും പ്രചോദനം ആ ഈ ടെൻഷൻ, ഈ കൊച്ചിന് ടെൻഷൻ ഉണ്ടാകുന്നുള്ള കാരണക്കാർ ആ അമ്മ തന്നെയാണ്. ഇന്നത്തെ സൊസൈറ്റി അമ്മമാരാണ്, സൊസൈറ്റി ലേഡീസ്, അങ്ങനെ വേണം പറയാൻ. ഇവർക്ക് പൊങ്ങച്ചം കാണിക്കണം, എൻ്റെ മക്കൾ അത്ര ഉണ്ടായിരുന്നു ഇത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ആ മക്കൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ, അവരനുഭവിക്കുന്ന ഒരു പിരിമുറുക്കമൊന്നും ഈ മാതാപിതാക്കൾക്ക് മനസ്സിലാവത്തില്ല. എന്താ ഇവരിങ്ങനെയൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഈ അമ്മമാർക്കാണ്, അമ്മയ്ക്കും അച്ഛനുമാണ് ശരിക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. അച്ഛനെ അല്ലെങ്കിൽ ഒരമ്മയ്ക്ക് ആണ് ശരിക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. ഇന്ന് ഈ ഇൻസ്റ്റഗ്രാം കാരണം ഈ ഇത്രയും പിള്ളേർ വഴിതെറ്റി പോകുന്നു. ഈ പെൺപിള്ളേർ നമ്മുടെ പരിസരത്ത് തന്നെ ഇന്നലെ ഒരു കൊച്ചിനെ 14 വയസ്സുള്ള കൊച്ചിനെ കാണാതെ പോയി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ഒരു ഫോണും കൊടുത്ത് ഇപ്പോഴത്തെ എല്ലാവരുടെയും ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ടല്ലോ, അമ്മമാർക്കും ഉണ്ടാവും. അതും ഒരു മൂലയ്ക്ക് പോയിരിക്കും, മക്കളും ഓരോ മൂലയ്ക്ക് പോയിരിക്കും. ഇതുങ്ങൾ ഈ ഫോണിനകത്ത് എന്തോ എടുക്കുന്നു, ഏത് ചെയ്യുന്നത് ആരും തിരക്കത്തില്ല. അവർക്കതൊന്നും തിരക്കാനുള്ള സമയമില്ല. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് നിഷ്കളങ്കമായിട്ട് ഭൂമിയിലേക്ക് വരുന്ന കുഞ്ഞാണ്. അപ്പം അതിനെ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാൻ ആ വീട്ടുകാർക്ക് പറ്റും. വീട്ടുകാർ എക്സ്പെഷ്യലി ആ അമ്മയ്ക്ക് പറ്റും. കാരണം അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നേരം വെളുത്ത് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകുന്ന മനുഷ്യനാണ്. അത് എല്ലായിടൊന്നും കണ്ടെത്തത്തില്ല. വീട്ടിലിരിക്കുന്ന അമ്മയ്ക്കാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമ്മയാണ്. അല്ലാതെ പിന്നെ മക്കൾ വഴിതെറ്റിപ്പോയാൽ ഇപ്പോൾ ഈ കാണുന്ന സകല തോന്നിവാസങ്ങൾ ഈ പിള്ളേർ കാണിക്കുന്നത് അവർക്ക് തിരിച്ചറിവും അവർക്ക് ജ്ഞാനം, ആ അറിവ് കൊടുക്കാത്തത് കൊണ്ടാണ്. അവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള തിരിച്ചറിവ് ആ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ആ കുഞ്ഞുങ്ങൾ മൊത്തവും ഈ കണ്ടടത്ത് പോകുന്നതും കണ്ടവർ വിളിക്കുമ്പോൾ പോകുന്നതും ഈ മയക്കുമരുന്നും ഈ സകല കൊള്ളരുതായ്മകളും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 101% ഞാൻ പറയും, നല്ല പേരൻറ്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മക്കളും വഴിപഴിച്ചു പോകത്തില്ല. പണ്ടുള്ളവർ പറയും ചോറ് മാത്രം കൊടുത്താൽ പോരെ, ചൊല്ലുകൂടെ മക്കൾക്ക് കൊടുക്കണമെന്ന്. എക്സാക്ട്ലി അതിൽ പറയുന്ന കറക്റ്റായ കാര്യമാണ്. മക്കൾക്ക് ചോറ് മാത്രം കൊടുത്താൽ പോരെ, എങ്ങനെയും മക്കളെ ഇതുപോലെ ജനിപ്പിച്ച പോലെ സുകുലോലുപതയിൽ വളർത്തി ഒരു കുറവും വരുത്താതെ ഞാൻ വളർത്തുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് കൊടുക്കുക തന്നെ വേണം. നല്ല ചൊല്ല് കൊടുക്കുന്ന മക്കൾ, കേട്ട് വളരുന്ന മക്കൾ ഒരിക്കലും ഇനി എന്ത് പ്രചോദനം ഉണ്ടായാലും അവർ നശിച്ചു പോകത്തില്ല. അവർക്കറിയാം ഇന്നത് യൂസ് ചെയ്താൽ ഇന്നത് സംഭവിക്കും. പിന്നെ ചിലപ്പോൾ ചതിയിലൂടെ അറിയാൻ വയ്യാതെ മുട്ടായിക്കകത്തൊക്കെ മയക്കുമരുന്നൊക്കെ ആക്കി കൊടുക്കുന്നു വരുന്നു. ഓക്കെ സമ്മതിക്കാം, അത് നിങ്ങളുടെ കുറ്റമല്ല, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കുറ്റമല്ല, അത് സമ്മതിക്കാം. ബാക്കിയുള്ള എല്ലാ സകല തെമ്മാടിത്തരങ്ങളും ഈ പിള്ളേർ കാണിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു ഭരണകൂടത്തെയോ പിന്നെ ഒരു നാട്ടുകാരെയോ ഒരു സംഘടനയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട്, ഒരു പോലീസിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതെല്ലാം ഉള്ള ലോകത്തിലാണ് പിള്ളേർ ജീവിക്കേണ്ടത്. ഇനിയും ഇതിനേക്കാൾ കൂടുതൽ വരും. പക്ഷേ അവിടെയും ഇവർക്ക് വ്യതിചലിക്കാൻ പാടില്ല. ഇവരുടെ മൈൻഡ് അവിടെ വ്യതിചലിക്കാൻ പാടില്ല. അത് നമുക്ക് കൊള്ളത്തില്ല, അത് ശരിയാവത്തില്ല എന്നുള്ള ഉപബോധ മനസ്സിൽ അവരുടെ ആ തിങ്കിങ് സ്ഥാപിച്ചെടുക്കാൻ ഒരമ്മയെ കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മക്കളും വഴിതെറ്റി പോകത്തില്ല. വെറുതെ അവരെയും ഇവരെയും മറ്റുള്ളവരെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ, നമുക്ക് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് അതിനെ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും രൂപപ്പെടുത്തിയെടുക്കാം. അതാ വീട്ടുകാരുടെ ഉത്തരവാദിത്വം പോലിരിക്കും. അല്ലാതെ അവരെ കുറ്റം പറഞ്ഞ് ഇവരെ സ്വന്തം ഉത്തരവാദിത്വം തലയൂരുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് കാണുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എനിക്കറിയാം. അപ്പം എന്തായാലും റിസൾട്ട് വരുന്ന സമയത്തെങ്കിലും എനിക്ക് കൊച്ചുങ്ങളുടെ കൂടെ കൊണ്ടാകണമെന്നൊരു ആഗ്രഹമുണ്ട്. തമ്പുരാൻ സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രമാത്രം ടെൻഷനുണ്ട്. അപ്പോൾ ആ ഒരു വാർത്ത കണ്ടതുകൊണ്ട് ഞാനിതങ്ങ് പറഞ്ഞു പോയതാണ്. ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു, എന്ത് മാനസികാവസ്ഥയുടെ പേരിലാണ്, എന്താണ് ഏതാണ് തല പെരുക്കുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് ഓരോ ദിവസം ഓരോ നമുക്കാണ് ടെൻഷൻ. എന്താണ് ഏതാണ് ഇത് കണ്ടതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഐ റിപ്പീറ്റ് അഗെയിൻ. എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നട്ടെ.